ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ക്രിസ്മസിൻ്റെ കാലയളവിൽ, പ്രത്യേകിച്ച് ധനുമാസത്തിലെ മഞ്ഞ് പോലെ അതിമനോഹരമായ ഒരു വാക്യമാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ സന്മനസ്സുള്ളവർക്കാണ് തിരുവചനത്തിലൂടെ സമാധാനം പ്രദാനം ചെയ്യുന്നതെങ്കിൽ, സന്മനസ്സ് ഇല്ലാത്തവരുടെ ഈ കാലയളവിൽ വ്യവസ്ഥാപിതമായ സമാധാനത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പലരും സംസാരിക്കുമ്പോൾ, സമാധാനത്തെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നതെന്ന് അല്പസമയം ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ തിരുവചനത്തിൻ്റെ ഒരു ഭാഗത്തും വ്യവസ്ഥാപിതമായ സമാധാനത്തെക്കുറിച്ച് ഒരിടത്തും പറയുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പ്രദാനം ചെയ്ത സമാധാനത്തെക്കുറിച്ച് ഈ വേദഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവായ യേശു പ്രദാനം ചെയ്ത സമാധാനത്തെക്കുറിച്ച് പറയുന്ന ആ തിരുവചന ഭാഗത്തും വ്യവസ്ഥാപിതമായ സമാധാനം എന്നൊരു വാക്ക് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിശുദ്ധനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ, വിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് സമാധാനമെന്ന് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്നാണ് പറയുന്നത്. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് മാനുഷികമായ ബുദ്ധിയുടെ അപ്പുറത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായ സമാധാനമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന കുടുംബത്തിൽ, നാം ജീവിക്കുന്ന സഭയിൽ, നാം ജീവിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും സമാധാനമുണ്ടാകണമെങ്കിൽ, സമാധാനം കാംക്ഷിക്കുന്നവർ അത് ദൈവികമാണെന്ന് തിരിച്ചറിയണം. അപ്പം അത് ദൈവികമാണെന്ന് തിരിച്ചറിയാൻ സഭയെ നയിക്കുന്നവർക്ക്, ഏത് പ്രസ്ഥാനത്തെ നയിക്കുന്നവർക്കും സാധ്യമാകണമെങ്കിൽ ആദ്യം അനിവാര്യമായിരിക്കുന്നത് പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവർ ദൈവ വിശ്വാസമുള്ളവരായി മാറണം. അപ്പോൾ ദൈവ വിശ്വാസമുള്ളവർ സഭയെയും പ്രസ്ഥാനങ്ങളെയും നയിക്കുമ്പോഴാണ് പൗലോസ്ലീഹ വിഭാവനം ചെയ്ത ആ സമാധാനം ദൈവികമായിട്ട് മാറുന്നത്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവികമായ സമാധാനം നിലനിർത്തുവാനും കാംക്ഷിക്കാനും സാധ്യമാകുമെന്ന് പുതിയ നിയമ വേദപുസ്തകം അസന്നിഗ്ധമായിട്ടാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏറ്റവും സമീപ കാലത്താണ് അമേരിക്കൻ പ്രസിഡൻ്റായി രണ്ടാമതും ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ നിരവധി ആരോപണങ്ങളാണ് എതിരാളികൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ട്രംപ് എന്ന് പറയുന്ന ആ ഇവാഞ്ചലിക്കൽ സഭയിലെ മെമ്പറായിരിക്കുന്ന ആ വ്യക്തി ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ക്രിസ്തുവിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോഴും അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ യഥാർത്ഥ സമാധാനം കൈവരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്
ഉപാധികളില്ലാത്ത സമാധാനമാണ്, നിബന്ധനകളില്ലാത്ത സമാധാനമാണ്, വ്യവസ്ഥകളില്ലാത്ത സമാധാനം കാംക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്ന് ക്രിസ്മസ് കാലയളവ് നമ്മെ സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ട്രംപ് 2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കും. ആ രണ്ടാമത്തെ വിജയിച്ച് ആഹ്ലാദ ചിത്തനായി നിൽക്കുന്ന ട്രംപിനോട് അമേരിക്കയിലെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞു, അങ്ങയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയെന്ന് ട്രംപിനോട് ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പറയുകയുണ്ടായി. ആ മാധ്യമപ്രവർത്തകരെ വളരെ വിനയത്തോടെ തിരുത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞത് ഇപ്രകാരമാണ്: ലോകത്തിൽ പ്രശസ്തനായിട്ട് ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അത് നസറായനായ ജീസസ് ക്രൈസ്റ്റാണ്. അപ്പോൾ ആ ജീസസ് ക്രൈസ്റ്റിനെ ഉയർത്തിപ്പറഞ്ഞ് ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും ജയിച്ചതുമെങ്കിൽ നമുക്ക് സമാധാനം കുടുംബത്തിലുണ്ടാകണമെങ്കിൽ, സഭയിലുണ്ടാകണമെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകണമെങ്കിൽ അതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ബൈബിൾ ഉയർത്തിപ്പിടിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി പറയുക എന്നത് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ വ്യവസ്ഥാപിതമായ സമാധാനമെന്ന പദപ്രയോഗം നടത്തുന്നവരും സമാധാനത്തിന് വേണ്ടി പ്രസ്താവനകൾ ഇറക്കുന്നവരും കൃത്യമായിട്ട് വായിച്ചറിയേണ്ട ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ പറയുകയാണ്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, കാരണം അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പോൾ സമാധാനം എന്ന വാക്ക് പറഞ്ഞ് ആ വാക്കിന് തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമ്മുടെ സഭാജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും കുടുംബത്തിലുമൊക്കെ സമാധാനം നിലനിർത്താൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ആദ്യം ആവശ്യമായിരിക്കുന്നത്, അനിവാര്യമായിരിക്കുന്നത്, പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവർ ദൈവ വിശ്വാസമുള്ളവരായിരിക്കണം. പ്രസ്ഥാനങ്ങളെ നയിക്കുന്നവർ ദൈവ ഭയമുള്ളവരായിരിക്കണം. ദൈവ വിശ്വാസവും ദൈവ ഭയവുമില്ലാത്തവർക്ക് സമാധാനത്തിൻ്റെ മാർഗം എന്താണെന്ന് ഒരിക്കൽ പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തി. ആ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങിയവിടത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ധനുമാസത്തിലെ ആ മഞ്ഞ് പോലെ അതിമനോഹരമായിരിക്കുന്ന വാക്യം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ജീവിതകാലത്ത് സന്മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിച്ച് യഥാർത്ഥ സമാധാനം പ്രസംഗിക്കുന്നവരല്ല, പ്രസ്താവനകൾ ഇറക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നത് പോലെ സമാധാനം ഉണ്ടാക്കുകയും ആയതിലൂടെ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുവാനും ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമുക്ക് സാധ്യമാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.